ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ എല്ലാം അത് എൻ്റെ ചാനലായിരുന്നു. എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പോൾ ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം എന്താ? ഇന്ന് ആക്ച്വലി പെരുന്നാളാണ്. പക്ഷെ ഞങ്ങളെ കണ്ടാൽ തോന്നൂലല്ലോ, അത് വേറെ കാര്യം. അല്ല, ഞങ്ങളെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൾക്ക് ഇതാ ഒരു ടീഷർട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഓള് വന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഓൾക്ക് എടുക്കുമ്പോൾ എനിക്കിപ്പോൾ ഐഡിയ കിട്ടുന്നില്ല, എങ്ങനെയാണ് ഓൾക്ക് ഇഷ്ടപ്പെടുക, എന്താ കാര്യങ്ങളൊന്നും അറിയണില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഉച്ചക്ക് ഇങ്ങനെ ഫുഡ് നമ്മൾ പുറത്ത് പോയി കഴിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകല്ലേ. അപ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് ഫുഡും കഴിക്കാം. അതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ. ഞങ്ങൾക്ക് നാളെയാണ് പെരുന്നാൾ എന്നുള്ള പോലെയാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോണത്. ഇന്ന് ഈവനിങ് പിന്നെ നെബിലോട്ടിയൊക്കെ വരും. അപ്പം പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞങ്ങൾ വർത്താനം പറയാതെ ആദ്യം തന്നെ പുറത്ത് പോവാണ്. പക്ഷെ നല്ല മഴ, ഓട്ടോറിക്ഷയും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടേ പ്രഷറെ മടുപ്പിക്കാതെ വേഗം അടുത്ത വിശേഷത്തേക്ക് പോകും. എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ല. ഒരു പെരുന്നാക്കുപ്പായിട്ട് ഇങ്ങോട്ട് വാ. പെരുന്നാക്കുപ്പായിട്ട് നിൽക്കണ കോലാണ്. ഇതൊരു മാച്ചത്തെ ടീഷർട്ട് ഉണ്ട്, അതുപോലും നമുക്ക് ഇടാൻ വയ്യ. നമുക്ക് വലിയ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവുക, വരുന്നില്ല, വരാൻ വയ്യാന്ന്. എടാ ഫുഡ് കഴിക്കാനും കൂടിയാടാ പോണത്. ഇല്ല, ആ ഒരു ടീഷർട്ട് ഇട്ടൂടെ ചെങ്ങായിയെ. സ്റ്റീൽ ബോർഡിങ് ആയിട്ട് നടക്കുക. നമുക്ക് പോവാ നല്ലത്. ഇത് നോക്കിയിരുന്ന തലക്ക് ഭ്രാന്താവും. ഗൈസ്, ഞങ്ങളെ സായിമോൻ ഇവിടെ നിർത്തി പോവുകയാണ്. ടാറ്റാ. അങ്ങനെ ഞാനും മമ്മിയും കൂടി നേരെ ആദ്യം ഞങ്ങൾ മാക്സിക്കൊക്കെ പോയി ഡ്രസ്സ് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ കേട്ടോ വിചാരിച്ച്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഏറെക്കുറെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പോവാം, എന്നിട്ട് നമുക്ക് മാക്സിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഞങ്ങൾ ചില്ലീസിൽ കയറി. ആദ്യം മസാലയിലായിരുന്നു കേട്ടോ. പിന്നെ റഷ് ചില്ലീസ് കഴിച്ചപ്പോൾ ചില്ലീസിൽ രസമായിരുന്നു. ചട്ടിച്ചോറ് കഴിച്ചൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിലപ്പോൾ ചില്ലീസിന് കഴിച്ചപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചില്ലീസൊക്കെ തന്നെ വന്നിക്കുകയാണ്. ഞാൻ ആദ്യം ഈ ഒരു ബിരിയാണി വിളമ്പി ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ചിക്കൻ ബിരിയാണിയാണെന്ന്. കാരണം മമ്മ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ മമ്മനെ കുറച്ച് റൈസ് എടുത്ത് അറിയിക്കാതെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ നല്ല മട്ടൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെന്നെ ഡൗട്ട് മട്ടനാണോ അല്ലേന്ന്. പക്ഷെ എന്തോക്കാനാ, നമ്മളത് കഴിച്ചു തീർത്തു. ഗൈസ്, ഞങ്ങളുടെ ഫുഡ് തീറ്റ കഴിഞ്ഞു. ഇനി അടുത്തത് ഷോപ്പിങ്ങിന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മാർക്കറ്റ് സിറ്റി മാൾക്ക് പോയിട്ടോ. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റ് സിറ്റി മാളിൽ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചെന്നിട്ട് എനിക്കൊരു ജീൻസ് മേടിക്കേണ്ട ആവശ്യമായിരുന്നു. അങ്ങനെ ജീൻസ് മേടിച്ചു. പിന്നെ ഞങ്ങൾ ടോപ്പുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഷോർട്ട് കുർത്താസ് അല്ല, നല്ല നല്ല കുർത്താസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2-3 കുർത്താസ് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഇട്ടോക്കാൻ ട്രയൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുർത്താസ് മേടിച്ച്. പക്ഷേ ആ 2 അല്ല മേടിച്ച്, വേറൊരു കുർത്തയെ മേടിച്ച് കേട്ടോ. അത് വേറെ കാര്യം. അപ്പം അമ്മ എനിക്ക് പെരുന്നാളിന് തരുന്ന ഗിഫ്റ്റാണ്, പെരുന്നാൾ സമ്മാനമാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് പോയി മേടിച്ചത് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് ക്ഷീണിതരായി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഞാൻ ഒരു നല്ല ഉറക്കം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. വന്ന പാടെ കിടന്നുറങ്ങിയതാണ്. ഞാൻ മാത്രമൊന്നും കേട്ടോ, മമ്മി ഞാനൊപ്പം കിടന്നുറങ്ങി. മമ്മ നീട്ടിക്കും നീക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഇങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് ഞാൻ നീക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരം ഇന്ന് രാത്രി 2ാം പെരുന്നാൾക്കാണ് മമ്മൻ്റെ 1ാം പെരുന്നാൾ. ഞാൻ ഈ പെരുന്നാൾ അതന്നെ 2ാം പെരുന്നാൾക്കാവും മമ്മൻ്റെ 1ാം പെരുന്നാൾ. അപ്പോൾ ഞാൻ അപ്പോൾ 1ാം പെരുന്നാളിന് ഞാൻ മൈലാഞ്ചി ഇട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മൈലാഞ്ചി ഇട്ടെടുക്കണമെന്നില്ല കേട്ടോ, ഒട്ടിക്കുക ഇടുക, അതിന് പീച്ച അത്ര ഉള്ളൂ. ഞാൻ മമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാറില്ല. കാരണം മമ്മക്ക് എൻ്റെ കയ്യിൽ അത്ര വിശ്വാസമില്ല. സത്യത്തിൽ ഈ സ്റ്റെൻസിൽസ് ഒക്കെ മേടിക്കുന്നതിന് മുന്നേ ഞാൻ മിക്കവാറും ഞാനാട്ടോ മമ്മക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മൈലാഞ്ചി ഇടുമ്പോൾ ഞാനും മമ്മിയും തല്ലാക്കാരം. ഞാൻ എങ്ങനെ ഇട്ടാലും മമ്മക്ക് പറ്റില്ല. ഞാൻ മമ്മൻ്റെ കൈ ആയതുകൊണ്ട് കൊളാക്കണെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റെൻസിൽ സെറ്റ് ഇട്ടെടുക്കാമെന്ന് വെച്ചു. സ്റ്റെൻസിൽ സെറ്റ് ഇട്ടെടുക്കുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവുമെന്ന് വെച്ചപ്പോൾ അതിലുള്ള സമാധാനം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മമ്മക്ക് ഇട്ടിട്ട് കൊടുത്ത് ഒപ്പിച്ച് വെച്ചു ഗൈസ്. അങ്ങനെ മമ്മനെ മൈലാഞ്ചി ഇടിപ്പിച്ചിട്ട് അവിടെ പറിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. മമ്മൻ്റെ മൈലാഞ്ചിയുടെ പരിപാടി അവിടെ കഴിഞ്ഞു. എന്താണ് ബാക്കിൽ കാട്ടുന്നത്? അങ്ങനെ ഞാൻ ഇപ്രാവശ്യം വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്ലെൻഡറും കൂടി കൊടുക്കും കേട്ടോ. അകാരൻ്റെ ബ്ലെൻഡർ ടണ്ടായി. ഈ ബ്ലെൻഡർ ഞാൻ എപ്പോഴും നല്ല സുഖമാണെന്ന് പറയുന്നത് നല്ലാതെ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് ഹോർലിക്സ്.
എനിക്ക് ഈ കോൾഡ് ഹോർലിക്സ്, കോൾഡ് ബൂസ്റ്റ്, കോൾഡ് കോഫി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹോർലിക്സ് പൊതുവേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് കേട്ടോ. കാരണം ചെറുപ്പത്തിലൊക്കെ കുറേ ഞാൻ ജൂനിയർ ഹോർലിക്സ് ഇല്ലേ അത് കുറേ കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബൂസ്റ്റ് ഹോർലിക്സ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഹോർലിക്സ് ആട്ടോ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ അഗാറിൻ്റെ ബ്ലെൻഡർ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും എല്ലാവർക്കും എൻ്റെ കഴിവൊന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് അങ്ങനെ അടിച്ചു കൊടുത്തതാണ്. ഗൈസ് എൻ്റെ മൈലാഞ്ചി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ നബിലാമാനും അവിടുത്തെ ഫാമിലീസും കൂടി ഇങ്ങോട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി പൂളിലേക്ക് പോകും. നബിലാമയും അവരെല്ലാവരും കൂടി വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കിലാണ്, ഞങ്ങൾ എല്ലാം കൂടി എടുത്തൊക്കെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പൂളിക്ക് പോകണ വീഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ. അല്ലാതെ അവരൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല. കാരണം ഞാൻ ചെറുതായിട്ട് ഒരു ഇൻട്രോവേർട്ടാണ് ആ കാര്യത്തിലൊക്കെ, വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവരൊക്കെ വന്നിട്ട് നമ്മൾ പൂളിക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോ സ്റ്റാർട്ടാക്കാം. അങ്ങനെ ഒരു 9 മണി to 10 മണി വരെയുള്ള പൂളാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഈ ക്രക്സ് ലൈഫ് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് തൊട്ടപ്പുറത്തായ കാരണം കൊണ്ട് വലിയ നടക്കാനുള്ള ദൂരമല്ല, സമയത്തിൻ്റെ പ്രശ്നമല്ല. കാരണം കുറേ ബുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പെരുന്നാളായ കാരണം കൊണ്ട്. അതുകൊണ്ടാണ് ഇത്ര സമയം കിട്ടിയുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂറാണ് ഞങ്ങൾ പൂളിലുണ്ടായിരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ പൊടിയും തട്ടി നീറ്റ് പോകുന്നത്. കാരണം ബെല്ലടിക്കും, 10 മണി വരെ ക്ലോസിങ് ടൈമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അവിടെ നീറ്റ് പോരേണ്ടി വന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത് വെച്ച കാരണം കൊണ്ട് വന്നു, ചൂടാക്കി അതെല്ലാവരും കൂടി കഴിച്ചു. എന്നിട്ട് ബാക്കി എല്ലാവരും പോയി. നബിലാമ ഇവിടെ തന്നെ നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ ഡ്രസ്സുകൾ എടുത്തകലായിട്ടോ. പിന്നെ എനിക്ക് മൂഡ് തീരെ ശരിയാവില്ല. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും, ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാനങ്ങനെ കൂടുതലായിട്ട് വീട് വിട്ട് നിന്നിട്ടില്ല കേട്ടോ. വീട് വിട്ട് നിൽക്കുക പറയുമ്പോൾ സങ്കടമാണ്. പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തിനാ കരഞ്ഞെന്നൊക്കെ വിചാരിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുമാതിരി നമ്മൾ ഈ കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു എന്തോ ഒരു ആദ്യ പോലത്തെ ഒരു സംഭവം, അതുപോലത്തെ സംഭവത്തിലായിട്ടാണ് ഞാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സൊന്നും ഇവിടെ അല്ല, പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എടുത്തു വെക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വേഗം കിടന്ന് ഉറങ്ങി. രാവിലെ നീട്ട് നല്ലോണം നേരം വൈകി ബസ്സിലേക്ക് എത്താൻ കേട്ടോ. കാരണം രാവിലെ നീട്ടിട്ട് ഓട്ടോക്കാർക്ക് വിളിച്ചിട്ട് ഓട്ടോക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റി കാക്കാനെ വിളിച്ച് ഞങ്ങൾ ജൂബിലിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് കൈയാട്ടിട്ടൊക്കെ കേട്ടോ ഓട്ടോറിക്ഷ കിട്ടിയത്. ഞാൻ വിചാരിച്ച് പഠിച്ചവരെ ബസ്സൊക്കെ എത്തിയിട്ടുണ്ടാവും, നേരം വൈകിയിട്ടുണ്ടാവും വെച്ചിട്ട് ഞാൻ ഓടി വന്നു. പക്ഷെ നോക്കിയപ്പോൾ ഞാനാണ് ആദ്യം എത്തിയത്. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി ഇയർഫോൺ വെച്ച് കുറച്ച് നേരം കിടന്നു, കുറച്ച് നേരം നീറ്റിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ റൂമിലെത്തി ഗൈസ്. ബാക്കി എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.